നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ നാടകീയമായ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്നും പിടിച്ചു നിർത്തുവാനായെങ്കിലും പിന്നീട് ആ കുതിപ്പ് തുടരുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. രാജ്യത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്കേറ്റ വൻ പരാജയത്തോടെ അവരുടെ ഉള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞു. ഇതുവരെ ഒരു കുടക്കീഴിൽ കീരിയും പാമ്പുകളുമായിരുന്ന മുന്നണികൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിലും ഇപ്പോൾ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ള കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ മറ്റു സഖ്യകക്ഷികൾ പരസ്യ പ്രസ്താവന നടത്തുകയാണ്. ഏറ്റവും പുതിയതായി തൃണമൂൽ കോൺഗ്രസ് സാരഥിയായ മമതാ ബാനർജി വളരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. തനിക്ക് അവസരം കിട്ടിയാൽ ഇന്ത്യ മുന്നണിയെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മമതാ ബാനർജി പറയുന്നത്. നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗങ്ങളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു. മമതയുടെ പ്രസ്താവന വെറും തമാശയാണെന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ പ്രതികരിച്ചു. എന്നാൽ മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ താൽപര്യത്തിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ സന്തോഷം പ്രകടിപ്പിച്ചു. ബംഗാളിന് പുറത്ത് തൃണമൂൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ പ്രതികരണം. ഇന്ത്യ മുന്നണിയിൽ ഭിന്നത ഉണ്ടാകാൻ വേറൊരു കാരണം കൂടി. അത് ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് നൽകിയ ഇരിപ്പിടങ്ങളുടെ അറേഞ്ച്മെന്റ് തന്നെയാണ്. ഇരിപ്പിടങ്ങൾ പുനഃക്രമീകരിച്ചപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടിന് മറ്റു കക്ഷികൾക്ക് നീരസമുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ഏറ്റവും ശ്രദ്ധ ലഭിക്കുന്നത് ഇടത്തെ അറ്റത്ത് 8ാം ബ്ലോക്കിലാണ്. അവിടെ ഒന്നാം നിരയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമീപം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് ഇരിപ്പിടം ലഭിച്ചത്. മൂന്നാമനായി DMKയുടെ TR ബാലുവിനാണ് ഇരിപ്പിടം. രണ്ടാം നിരയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അടുത്ത MP DMKയിലെ A രാജയാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനിയായ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ 6ാം ബ്ലോക്കിലെ മുൻനിരയിലേക്ക് മാറ്റി. ഇതിൽ അദ്ദേഹം പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ 8ാം ബ്ലോക്കിൽ SP നേതാക്കളായ അഖിലേഷ് യാദവ്, അവധേഷ് പ്രസാദ്, NCPയിലെ സുപ്രിയ സുലെ എന്നിവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8ാം ബ്ലോക്ക് മുൻനിരയെല്ലാം ഭൂരിഭാഗവും കോൺഗ്രസിന്റെ നേതാക്കളായി. പ്രതിപക്ഷവുമായി ചർച്ച ചെയ്താണ് സീറ്റുകൾ പുനഃക്രമീകരിച്ചതെന്ന് സർക്കാർ പറയുന്നു. ഇത് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ BJP ഒരുക്കിയ കെണിയാണെന്നും അതിൽ കോൺഗ്രസ് വീണുമെന്നാണ് മറ്റു സഖ്യകക്ഷികളുടെ വാദം. മറ്റൊരു കുരുക്ക് കൂടി ഇന്ത്യ മുന്നണിക്ക് വന്നു. ബാബറി മസ്ജിദ് പൊളിച്ചതിനെ അനുകൂലിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മഹാരാഷ്ട്രയിൽ സമാജ്വാദി പാർട്ടി അവിടുത്തെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി വിട്ടു. നിയമസഭയിൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്നും വർഗീയ ആശയം പ്രചരിപ്പിക്കുന്ന ശിവസേനയ്ക്കൊപ്പം സഖ്യത്തിൽ തുടരാൻ കഴിയില്ലെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അബു അസീം പറഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചപ്പോൾ 2 അംഗങ്ങളുള്ള സമാജ്വാദി പാർട്ടി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനോടൊപ്പം ഇന്ത്യ സഖ്യം എന്ന ആശയം കൊണ്ടുവന്നത് താനാണെന്നും എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ തനിക്ക് കഴിയുമെന്നും അവസരം തന്നാൽ പശ്ചിമ ബംഗാളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വവും മുഖ്യമന്ത്രി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ തനിക്ക് കഴിയും എന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയോട് SP-യും ശിവസേനയിലെ ഒരു വിഭാഗവും പിന്തുണ നൽകിയിരിക്കുകയാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടിയോടെയാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത്. മമതയുടെ പ്രസ്താവന കോൺഗ്രസിന് അതൃപ്തി സൃഷ്ടിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും സഖ്യകക്ഷികൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന് CPIയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടെ NDA അവരുടെ നയത്തിൽ മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും താങ്ങി നിൽക്കുന്ന BJP സഖ്യത്തിന് മറ്റൊരു പങ്കാളിയായി തൃണമൂലിനെ കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തൃണമൂലിനോട് BJP കാണിക്കുന്ന മൃദു സമീപനം ഇതാണ് സൂചിപ്പിക്കുന്നത്. ലോക്സഭയിൽ 29ഉം രാജ്യസഭയിൽ 12ഉം അംഗങ്ങൾ തൃണമൂലിനുണ്ട്. നിർണായക അവസരങ്ങളിൽ അവർ പിന്തുണയ്ക്കാതെ നിസ്സഹരണം നടത്തിയാലും അത് NDAക്ക് നേട്ടമാണ്. നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എത്ര കണ്ട് വിശ്വസിക്കാം എന്നത് ഇപ്പോഴും BJPയുടെ ഉള്ളിലുള്ള ആശങ്ക തന്നെയാണ്. ഈ അവസരത്തിൽ തൃണമൂലിനെ അടുത്തു നിർത്തുന്നത് BJPക്ക് ഗുണം ചെയ്യും. തൃണമൂൽ നേതാക്കൾക്കെതിരായുള്ള നിരവധി കേസുകളുടെ അന്വേഷണത്തിൽ കേന്ദ്രം ഇപ്പോൾ മന്ദഗതിയാണ് നടത്തുന്നത്. ഇപ്പോൾ ബംഗാളിൽ ഗവർണർ മുഖ്യമന്ത്രി പോര് ഉണ്ടാകുന്നതുമില്ല. പാർലമെന്റിൽ സർക്കാരിനെതിരെ അദാനി വിഷയം ഉയർത്തി കോൺഗ്രസ് നടത്തിയ ശക്തമായ പ്രതിഷേധങ്ങളിൽ നിന്ന്
തൃണമൂൽ അംഗങ്ങൾ വിട്ടുനിന്നതും ശ്രദ്ധിക്കപ്പെടുന്നതായി മാറി. സർക്കാരിനെ നിലനിർത്തുവാനുള്ള പ്ലാൻ ബി ആണ് മമതയുമായുള്ള ചങ്ങാത്തം എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷണവും വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകളിലെ വിജയപരാജയങ്ങൾ മുന്നണികളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖമുദ്ര. ഇന്ന് ശത്രുക്കളായിരുന്നവർ നാളെ തോളിൽ കൈയിട്ട് നടക്കുന്നതും കാണാം. ഇത്തരത്തിൽ ആടിയുലയുന്ന സഖ്യകക്ഷികളുടെ സ്വഭാവത്തിൽ അവരെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ പ്രതിപക്ഷ സഖ്യത്തിലെ കോൺഗ്രസിന്റെ നിലപാട് നിർണായകമാകുകയാണ്. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അവരുടെ വിരുദ്ധ നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഒരു നിസ്സാര കാരണങ്ങളെപ്പോലും ഊതി വീർപ്പിച്ച് കക്ഷികൾ തമ്മിൽ തെറ്റുന്ന തരത്തിൽ വലിയ സംഭവങ്ങളാക്കി മാറ്റുവാൻ കഴിവുള്ള തന്ത്രങ്ങൾ മെനയുന്ന രാഷ്ട്രീയ ചാണക്യന്മാരുടെ കെണിയിൽ വീഴുന്ന പാർട്ടികൾ അവരുടെ നിറം അവസരത്തിനൊത്ത് മാറ്റുകയും ചെയ്യും. ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി ഉയർത്തിയ പ്രസ്താവനകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്തൊരു കോളിളക്കം ഉണ്ടാക്കും എന്ന് കരുതാം. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.